ഞാൻ 2-3 നൈറ്റി തുണി എടുത്തായിരുന്നു. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിപ്പം തയ്ക്കാമെന്ന് വിചാരിച്ചു. 3 എണ്ണം ഒന്നിച്ച് തയ്ക്കാൻ പറ്റിയല്ല, സമയമില്ല. കാരണം കൊണ്ട് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഉപ്പേരിയൊന്നും വറുത്തില്ല. എല്ലാവരും ഉപ്പേരിയൊക്കെ വറുത്തോ? ഞങ്ങളിവിടെ ഉപ്പേരിയൊക്കെ വറുക്കണം, കളിയടയ്ക്ക ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നേതായാലും ഈ ഒരു നൈറ്റി തയ്ച്ചേച്ച് വൈകിട്ട് നമുക്ക് 4 മണി ചായയുടെ കാര്യം കൂടി ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു നൈറ്റി തയ്ക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ നൈറ്റിയൊക്കെ ഏകദേശമൊക്കെ ഉള്ളത് ഞാൻ സ്വന്തമായിട്ട് തയ്ക്കുവേ. പിന്നെ ഇടയ്ക്ക് ഞാൻ റെഡിമെയ്ഡും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നൈറ്റി തയ്ച്ചതിന് ശേഷം വേണം നമുക്ക് ചായയുടെ കാര്യത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ ആകാനായില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ചായക്കുള്ള കാര്യങ്ങളൊന്നും കൂടി നോക്കണം. അപ്പം നൈറ്റി കംപ്ലീറ്റ് ആയി തയ്ച്ചു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ പരിപാടിയുണ്ട്. ഒരു 4 മണി ചായക്ക് ഒരു പലഹാരം ഉണ്ടാക്കണം. അപ്പോൾ അതുണ്ടാക്കുന്നതിനായിട്ട് അടുക്കളയിലോട്ട് പോകാം. അതേ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു 4 മണി കടി ഉണ്ടാക്കുക. കഴിഞ്ഞ് ഞാൻ മധുരക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തു. നന്നായിട്ടല്ല, എന്നിട്ട് ഞാൻ നന്നായിട്ട് നമ്മൾ വേവിച്ചില്ല, ഒരു പകുതി വേവ് ആവിയിൽ വേവിച്ചെടുത്താണ് മധുരക്കിഴങ്ങ്. അതിനെ എന്നിട്ട് ഈ പരുവത്തിൽ നീളത്തിൽ ഞാനൊന്ന് മുറിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് മൈദമാവും കുറച്ച് കടലമാവും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് കുറുകി ഒന്ന് കലക്കിയെടുത്തു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അത് മുക്കി എണ്ണയിലോട്ട് ഇടുക. അപ്പം നല്ല പെട്ടെന്ന് പിന്നെ നല്ലൊരു ചായക്കടിയാണ്. ഒരു 4 മണി പലഹാരം ഇങ്ങനെ ഇരിക്കും.